ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ചാനലിൽ ഫസ്റ്റായിട്ട് വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ പോവാണ്. ഈ വ്ളോഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സംഗീത നാടക അക്കാദമിയുടെ പ്രോഗ്രാമായിട്ട് നമ്മൾ ഗുജറാത്തിൽ പോവാണ്. അപ്പോൾ ഗുജറാത്തിലത്തെ വിശേഷങ്ങളാണ് ഈ വ്ളോഗിൽ. നമുക്ക് പോയാലോ? നമ്മൾ കോളേജിൽ നിന്ന് പോകുന്നത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും കൂടി കോളേജിൽ ആദ്യം വന്ന് എന്നിട്ട് കോളേജിൽ നിന്ന് നമ്മൾ വണ്ടി വിളിച്ചിട്ടാണ് എയർപോർട്ടിൽ പോണത്. നമ്മൾ എയർപോർട്ടിൽ പോയി അവിടെ എത്തി ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിൽ ഒട്ടുമിക്ക പേരും ഫസ്റ്റ് ടൈം ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും സന്തോഷവും എല്ലാവരുടെ മുഖത്തും ഉണ്ട്. കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത്. അപ്പോൾ ഞങ്ങൾ 2 പനീർ ബിരിയാണി വാങ്ങിയിട്ട് ഞങ്ങൾ 5 പേരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു. കാരണം ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട്. നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറുകയാണ്. നമ്മുടെ ലഗേജൊക്കെ കൊടുത്തു. അപ്പോൾ നമ്മൾ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ അവർ നമുക്ക് ടിക്കറ്റ് തന്നു. ഇനി നമുക്ക് പോകാം. എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് ഫ്ലൈറ്റിൽ കയറണം, ഫ്ലൈറ്റിൽ എവിടേക്കെങ്കിലും യാത്ര ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എടുക്കുകയാണ്. ആ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ആകാശത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോണ്ടല്ലോ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു, എന്നാലും ഞാൻ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഡിന്നർ വന്നു. അപ്പോൾ നമ്മൾ ഡിന്നറെല്ലാം കഴിച്ച് അങ്ങനെ നമുക്ക് ലാൻഡിങ്ങിന് സമയമായിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ ഇപ്പോൾ മുംബൈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, ഞങ്ങൾ മുംബൈയിലെത്തി. എല്ലാവരും ഫോണിലാണ് ഗൈസ്. ഇനി 6 മണിക്കാണ് നെക്സ്റ്റ് ഫ്ലൈറ്റ്. അടിപൊളി എയർപോർട്ടാണ് ഗൈസ്. ഒരു ദിവസം എടുക്കും ഇതൊന്ന് ചുറ്റിക്കാണണമെങ്കിൽ. കാരണം അത്ര അധികം ഓരോ വർക്കുകളാണ് അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. മാല പണയം വെക്കേണ്ടി വരുമെന്ന് അറിയില്ല. ഞങ്ങൾ ഇവിടുന്ന് കാപ്പി കുടിക്കാൻ പോവാണ്. അങ്ങനെ നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കി ഞങ്ങൾ അടുത്ത ഫ്ലൈറ്റ് കയറാൻ പോവാണ്. ഞങ്ങൾക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. ഇനി മുംബൈയിൽ നിന്ന് വഡോദരയ്ക്കാണ് അടുത്ത ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഉറക്കത്തുനിന്നൊക്കെ എനിക്കാണ്. കാരണം സമയം 5:45 രാവിലെ. അപ്പോൾ ഇവിടെ കോട്ടുവായൊക്കെ ഇടുന്നുണ്ട് ഓരോരുത്തർ. അപ്പോൾ ഞങ്ങൾ കയറാൻ പോവാണ് ഗൈസ്. നമ്മൾ വഡോദര എത്തുമ്പോൾ ഒരു മോർണിംഗ് 7 ആവും. അപ്പം നമുക്ക് നമ്മുടെ മോർണിംഗ് വ്യൂ ആണ് ഈ കാണുന്നത്. എനിക്ക് മോർണിംഗിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടമായത് നൈറ്റ് വ്യൂ ആണ്. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഏർലി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വന്നു. അത് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളത് വഡോദരയിൽ ലാൻഡ് ചെയ്തു. ഫൈനലി വി ആർ ഇൻ ഗുജറാത്ത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലഗേജ് വരാനുണ്ട്. അതിനുള്ള വെയിറ്റിംഗ് ആണ് എല്ലാവരും. അങ്ങനെ ലഗേജ് എല്ലാം എടുത്ത് അങ്ങനെ ഇതാണ് നമ്മുടെ വണ്ടി. നമ്മുടെ യൂണിവേഴ്സിറ്റി മാത്രമല്ല RLV കോളേജിൽ നിന്നുള്ളവരും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു വണ്ടിയിലാണ് പോയത്. നമുക്ക് സ്റ്റേയും പ്രാക്ടീസും എല്ലാം വരുന്നത് ഈ യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടാണ്. ബിർസ മുണ്ട ട്രൈബൽ യൂണിവേഴ്സിറ്റിയുടെ പുതിയ ബിൽഡിംഗ് ആണ് ഇത്. ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല, റിനോവേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളവിടെ വന്ന് ഇറങ്ങി നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പേരും അതുപോലെ വന്ന കുട്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് റൂമിലേക്ക് പോകാൻ പറ്റുക. ഇത് ഭയങ്കര വലിയ ക്യാമ്പസാണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് യൂണിവേഴ്സിറ്റിയുടെ ഒരു ചെറിയൊരു സൈഡ് മാത്രമാണ്. അപ്പുറത്തെ സൈഡ് ഇതിനും വലുതാണ്. അപ്പോൾ ഞങ്ങൾ റൂമിലെത്തിയിരിക്കുകയാണ്. ഇതാണ് റൂം. ഒരു റൂമിൽ 4 പേര് വെച്ചിട്ടാണ്. അങ്ങനെ ഓരോ ക്യാമ്പസിൽ നിന്ന് വന്നവർക്ക് ഓരോ റൂം എന്നുള്ള രീതിക്കാണ്. ആ ഓരോ റൂമിൻ്റെ ഉള്ളിലും ഇങ്ങനെ റൂമുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഹോള്, കിച്ചൺ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 18 പേരാണ് ടീച്ചേഴ്സ് അടക്കം വന്നത്. അപ്പം നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകാം. അപ്പം നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. ഇതാണ് ഗൈസ് രാവിലത്തെ ഫുഡ്. മസാല ചായ, എന്തോ പോഹ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിഷ്, പിന്നെ ബ്രെഡും ചീസും. ഞങ്ങളിപ്പോൾ കുളിച്ച് ഫ്രഷായി ഇനി നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ പോവാണ്. പറവയിലാണ് ഗൈസ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകാൻ. ഇതാണ് ഗൈസ് ഉച്ചക്കലത്തെ ഫുഡ്. അങ്ങനെ നമ്മൾ ഫുഡ് അടി കഴിഞ്ഞ് ഉറങ്ങാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ നൈറ്റിലത്തെ ഫുഡ് കഴിക്കാൻ പോവാണ്. വൈകുന്നേരം ചായ കുടിക്കാൻ മറന്നുപോയി. എല്ലാവരും നല്ല ക്ഷീണത്തിൽ എല്ലാവരും കിടന്നുറങ്ങി. 4 മണിക്ക് ചായ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായി, പക്ഷെ ആരും കുടിച്ചില്ല. എല്ലാവരും നല്ല സൂപ്പർ ഉറക്കമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് നേരം പ്രാക്ടീസൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇന്നത്തെ ദിവസം ഫുഡ് അടിയും ഉറപ്പവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ടീമുകൾ എത്തണുണ്ടായിരുന്നുള്ളൂ. നാളെ തൊട്ടാണ് കറക്റ്റ് പ്രാക്ടീസും കാര്യങ്ങളെല്ലാം തുടങ്ങണേ. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ. ഗുഡ് നൈറ്റ്. രാവിലെ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷായി നമ്മൾ റെഡി ആയിട്ട് ഫുഡ് കഴിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാക്ടീസിന് പോകും. 8:15 ആവുന്നു. അപ്പം നമ്മളിനി ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്.
ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സാരിയൊക്കെയാണ് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇവിടെയാണ് പ്രാക്ടീസ്. ഒക്ടോബർ 31 നമ്മുടെ അയൺമാൻ ഓഫ് ഇന്ത്യ, അതായത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ 150th ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായി നടക്കുന്ന ഏക്താ ദിവസ് എന്നുള്ള പ്രോഗ്രാമിലേക്ക് കൾച്ചറൽ പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ടാണ് നമ്മൾ ഇത്രയും പേര് ഇവിടെ വന്നിരിക്കുന്നത്. ഗുജറാത്ത് ഗവൺമെൻറ്റും സംഗീത നാടക അക്കാദമിയും കൂടി ചേർന്നിട്ടാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. 12 ടൈപ്സ് ഓഫ് ക്ലാസിക്കൽ ആർട്സ് ആണ് നമ്മളിവിടെ പെർഫോം ചെയ്യുന്നത്. മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി, മണിപ്പൂരി, ഒഡീസി, കഥക്, ചൗ എന്നിവയെല്ലാം ചേർന്നിട്ടുള്ള ഒരു ഫ്യൂഷനാണ് നമ്മളിവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്. ഏകദേശം 800 ആർട്ടിസ്റ്റുകളാണ് ഈ ഡാൻസ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ രാവിലത്തെ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും റെസ്റ്റിലാണ്. നല്ല ചൂടാണ് ഇവിടെ, അതുകൊണ്ട് എല്ലാവരും തലയിൽ കൂടെ ഷോളൊക്കെ ഇട്ട് നടക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. മോർണിംഗ് സെക്ഷൻ എല്ലാം കഴിഞ്ഞു, ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചു, നമ്മൾ റൂമിൽ തിരിച്ചെത്തി. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രാക്ടീസ് ഉള്ളത് 6 മണിക്കാണ്. അപ്പം നമ്മൾ അതുവരെ സുഖമായി കിടന്നുറങ്ങാം. നമ്മുടെ ഈ പ്രോഗ്രാമിനായിട്ട് വന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഇവർ ഇതേപോലെ ഒരു ഫുഡ് ഹാമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഒരു ഫുഡ് ഹാമ്പർ കിട്ടിയിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണെന്ന് അങ്ങനെ ഞങ്ങൾ ഹാമറൊക്കെ പൊട്ടിച്ച് ലേസും കിക്കാറ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നത് എല്ലാവരുടെയും കോസ്റ്റ്യൂം വന്നിട്ടുണ്ട്, എത്രയും വേഗം വന്ന് കോസ്റ്റ്യൂം വാങ്ങിക്കൊണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ കോസ്റ്റ്യൂം വാങ്ങാൻ വന്നിരിക്കുകയാണ്. ഗൈസ്, എനിക്കെൻ്റെ കോസ്റ്റ്യൂം കിട്ടി. നമ്മളെല്ലാവരും കോസ്റ്റ്യൂമിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കോസ്റ്റ്യൂം എല്ലാം വാങ്ങി സെറ്റായി നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. നമുക്കങ്ങനെ കോസ്റ്റ്യൂം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കോസ്റ്റ്യൂം ഇട്ടിട്ടാണ് നമ്മുടെ പ്രോഗ്രാമിനെ കോസ്റ്റ്യൂം എങ്ങനെയാണെന്നുള്ളത് അന്ന് കാണാം. ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടി നൈറ്റ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ആർട്ട് ഫോംസുകാർ ഓരോ സൈഡിലായി നിന്ന് നമ്മുടെ സ്റ്റെപ്സ് എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് രാവിലെ തൊട്ട് പ്രാക്ടീസാണ്. അപ്പോൾ എല്ലാ ദിവസവും സെയിം ഫുഡും റൂട്ടീനും ഒക്കെ ആയതുകൊണ്ടാണ് ഞാനത് വീണ്ടും എടുത്ത് കാണിക്കാത്തത്. നമ്മളിതേ രാവിലെ എണീറ്റ് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് നമ്മളിതേ പ്രാക്ടീസിന് വന്നിരിക്കുകയാണ്. ഓരോ സെക്ഷനായിട്ടാണ്, ഫസ്റ്റ് സെക്ഷൻ, സെക്കൻഡ് സെക്ഷൻ എന്നാണ് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ ഭരതനാട്യം, കുച്ചിപ്പുടി, കഥക്, ഒഡീസിയാണുള്ളത്. അപ്പോൾ അവരുടെ പ്രാക്ടീസാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ പ്രാക്ടീസ് കഴിഞ്ഞിട്ടാണ് നമുക്ക് മോഹിനിയാട്ടം, അതുപോലെ മണിപ്പൂരി, ചൗ, അങ്ങനെയുള്ള സത്രിയ, അങ്ങനെയുള്ള ആർട്ട് ഫോംസ് ഒക്കെ വരണം. ഇന്ന് പരേഡ് ഗ്രൗണ്ടിൽ നമുക്ക് ചെറുതായിട്ടൊരു പ്രാക്ടീസ് ഉണ്ട്. നമ്മൾ അതിനായിട്ട് പരേഡ് ഗ്രൗണ്ടിൽ. അപ്പോൾ ഇന്നത്തെ ഈവനിങ് പ്രാക്ടീസ് നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ബസ്സിൽ കയറാൻ പോവാണ്. പരേഡ് ഗ്രൗണ്ടിലേക്ക് പോണ വഴി കണ്ട ഒരു ഫൗണ്ടേഷനാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്റ്റാച്ചു. ലോകത്തെ ഏറ്റവും വലിയ സ്റ്റാച്ചു ആണിത്. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് എല്ലാവരും സെറ്റായി നിൽക്കുകയാണ്. നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് പ്രാക്ടീസ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഗവൺമെൻറ് ഓഫീസേഴ്സായ പോലീസ്, ഇന്ത്യൻ എയർഫോഴ്സ്, അതുപോലെ എന്താ പറയുക CISFകാർ, ഇന്ത്യൻ ആർമി, അങ്ങനെയുള്ള അവരുടെ എല്ലാവരുടെയും പരേഡും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അതിന് ശേഷമാണ് നമുക്ക് പ്രാക്ടീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രാക്ടീസും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ റൂമിൽ പോവാണ്. റൂമിൽ പോയി റെസ്റ്റ് എടുക്കലാണ്. ഇനി നമുക്ക് നാളെയും ഇവിടെ തന്നെയാണ് പ്രാക്ടീസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബായ്, നാളെ കാണാം. ഞങ്ങളിന്ന് പ്രാക്ടീസിന് സ്റ്റാച്ചുവിൻ്റെ അവിടേക്ക് വന്നൊക്കെയാണ്. ഇവിടെ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് മഴ കുറഞ്ഞത്. നമ്മളെല്ലാവരും ഇപ്പോൾ നടക്കും.
അപ്പം ഇന്നിവിടെ മഴയൊക്കെ ആയതുകൊണ്ട് പ്രാക്ടീസ് എല്ലാം നേരത്തെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി റീലെടുക്കുകയാണ്. അപ്പോൾ റീല് എൻ്റെ ഇൻസ്റ്റാ പേജിൽ ഇട്ടിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റാ ഐ ഡി ഞാൻ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം. അങ്ങനെ റീലൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ കുറച്ചും കൂടി നേരം അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് സംസാരിച്ച് നേരെ ഞങ്ങൾ ചായ കുടിക്കാൻ പോയി. ദിവസമായിട്ട് ഇവിടെ ഭയങ്കര മഴയാണ്. നമ്മൾ ചില ദിവസം പ്രാക്ടീസൊക്കെ ചെയ്യുന്നത് മഴയത്ത് നിന്നിട്ടാണ്. പക്ഷെ ഇതൊക്കെ രസമാണ് കേട്ടോ. ഇനിയിപ്പോൾ നാളെ രാവിലെ 6:30 പ്രാക്ടീസ് ഉണ്ട്. 6:30 ആകുമ്പോഴത്തേനും നമുക്ക് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ അവിടെ എത്തണം. അങ്ങനെ പ്രാക്ടീസൊക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്കൊക്കെ മഴ കൊണ്ട് പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട്. ഓരോരുത്തർക്ക് പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാണ്ട് ഞങ്ങളിങ്ങനെ മരുന്നൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പ്രാക്ടീസും കഴിഞ്ഞു. നമ്മളിനി റൂമിൽ പോവുക, റെസ്റ്റ് എടുക്കുക. ഇപ്പോൾ എല്ലാ ദിവസവും ഇത് തന്നെയാണ്. രാവിലെ എണീക്കുക, പ്രാക്ടീസിന് പോവുക, റൂമിൽ വരെ കിടന്നുറങ്ങുക, പിറ്റേ ദിവസം പോവുക. അത് തന്നെ സമയം. ഇപ്പോൾ 4:45. നമ്മൾ പ്രാക്ടീസിന് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 6:30 അവിടെ എത്തണം. അപ്പോൾ എല്ലാവരും സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സമയം 5 മണി. ഞങ്ങളെല്ലാവരും പ്രാക്ടീസിന് പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ബിസ്ക്കറ്റും വെള്ളമൊക്കെ കഴിച്ച് രാവിലത്തെ ഫുഡ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ പ്രാക്ടീസിന് പോവുകയാണ്. അങ്ങനെ രാവിലത്തെ പ്രാക്ടീസിന് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. अपना काम करे, जनहित कारक के दान ये धुन बजाता हुआ आगे बढ़ रहा है दिल्ली पुलिस का बैंड सब इंस्पेक्टर ललित मोहन की अगुवाई में। देश के विभिन्न राज्यों के युवा सैनिक, वायु सैनिक और नौ सैनिक एनसीसी कैडेट्स के दस्ते का नेतृत्व कर रही हैं सीनियर अंडर ऑफिसर मुस्तफिया कुरैशी। संतुलन एकाग्रता और अनुशासन का प्रतीक हैंडस्टैंड फॉर्मेशन। 2 ദിവസമായിട്ട് നല്ല മഴ ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇന്ന് ഭയങ്കര ചൂടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും കയ്യിലുള്ള ഷോളൊക്കെ വെച്ച് മുഖവും തലയൊക്കെ മൂടി നിൽക്കുകയായിരുന്നു. ഞങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ആയിരുന്നു. ഞങ്ങളെല്ലാവരും ഇങ്ങനൊരു സംഭവം ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ഫീലിങ്സ് അതെങ്ങനെയാണ് പറയണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും പ്രൗഡായിട്ട് ഞങ്ങൾക്ക് തോന്നി ആ മൂമെൻറ്റ്. കാരണം അത്രയും വലിയൊരു പരിപാടിക്ക് ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ സ്റ്റേ ഉള്ള സ്ഥലത്തെത്തി. അപ്പോൾ നമുക്ക് നമ്മുടെ ID കാർഡൊക്കെ വന്നിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ ID കാർഡ് വാങ്ങാൻ നിൽക്കുകയാണ്. ഇതൊരു പാസ്സാണ്. ഈ പാസ് ഉണ്ടെങ്കിലേ നമ്മളൊക്കെ അവിടെ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതൊരു VVIP പാസ്സാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ID കാർഡ് കിട്ടിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമുക്ക് കോസ്റ്റ്യൂം റിഹേഴ്സലാണ്. അപ്പോൾ അതിനായിട്ട് എല്ലാവരും സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് എത്തിയിട്ടുണ്ട്. ഓരോ ആർട്ട് ഫോമിനും കൊടുത്തിട്ടുള്ള ഡ്രസ്സും മേക്കപ്പും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് सरदार वल्लभ भाई पटेल सही दिशा दिखाते हैं, सही राह सुझाते हैं, साफ सीधे शब्दों में समझाते हैं, अष्ट तत्व एकत्व को आत्मसात करते हुए फौलाद खड़ा रहता है उनके सहारे। ऐसे हैं सरदार हमारे लौह पुरुष, नमस्तुभ्यम। അങ്ങനെ ഞങ്ങൾ റിഹേഴ്സലെല്ലാം കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിച്ച് ഇങ്ങനെ പുറത്ത് കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കുക. മാത്രമല്ല പ്രോഗ്രാമിൻ്റെ അന്ന് ഇടാനായിട്ട് ഒരു ഷൂ തരും. അപ്പോൾ ഷൂവിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ വിളിക്കാം എന്നാണ് പറഞ്ഞത്. ഷൂ കിട്ടിയ സന്തോഷമാണ് ഗൈസ് നിങ്ങൾ ഇവരുടെ മുഖത്ത് കാണുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഷൂവിൻ്റെ സൈസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ ഓരോ ഷൂ ഇട്ട് നോക്കി സൈസ് കറക്റ്റായിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾക്കും ഷൂ കിട്ടിയിരിക്കും. ഇന്നാണ് നമ്മുടെ പ്രാക്ടീസിൻ്റെ ലാസ്റ്റ് ദിവസം. ഇന്നത്തോടുകൂടി നമ്മുടെ പ്രാക്ടീസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നാളെ മോർണിംഗ് നമുക്ക് പ്രോഗ്രാമാണ്. അങ്ങനെ ഇന്നത്തെ പ്രാക്ടീസ് നേരത്തെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെത്തി. ഇനി നമുക്ക് റെസ്റ്റാണ്. നാളെ പ്രോഗ്രാം. നാളെ രാവിലെ 4 മണി ആകുമ്പോഴത്തേനും നമുക്ക് അവിടെ എത്തണം. दर्शक दीर्घा में उपस्थित सभी से निवेदन है कृपया अपना स्थान
ഗൈസ് അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ റൂമിലെത്തി. ഇനിയിപ്പോൾ റെസ്റ്റാണ്. നാളെ രാവിലെയാണ് ഫ്ലൈറ്റ് തിരിച്ച് നാട്ടിലേക്ക്. എന്തേ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം സെറ്റാണ്. ഇനി നമ്മളിവിടെ നിന്നൊരു 2 മണിക്ക് ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഇവിടെ നിന്നൊരു 2.5 ഹവറാണ് എയർപോർട്ടിലേക്കുള്ള. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അങ്ങനെ 10 ദിവസം ഗുജറാത്തിൽ നിന്ന് ഞങ്ങൾ ഇനി തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവരും റെഡിയായി, പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ഇനി ഇറങ്ങാൻ നിൽക്കുകയാണ്. ഡ്രസ്സ് ചെയ്തു ഇനി പോവാൻ. കുറച്ച് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ 10 ദിവസം എന്നും ഓർമ്മയിൽ വെക്കാൻ പറ്റിയ നല്ല ദിവസങ്ങളായിരുന്നു. ഒരുപാട് സുഹൃത്തുക്കളും ഒരുപാട് ഓർമ്മകളും അതുപോലെ പുതിയ പുതിയ എക്സ്പീരിയൻസും ആയിരുന്നു ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ എക്സ്പീരിയൻസ്? അങ്ങനെ നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്. നമ്മൾ പോകുന്ന ഫ്ലൈറ്റ് കയറി നമ്മളിവിടെ നിന്ന് നമുക്ക് മുംബൈയിൽ നിന്ന് തിരിച്ചാണ്. അങ്ങനെ നമ്മുടെ ഗുജറാത്തിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങൾ തിരിച്ച് നാട്ടിൽ പോവാണ്. ഇനി വീണ്ടും കോളേജ്, എക്സാം, അസൈൻമെൻറ്റ്, പ്രൊജക്റ്റ് അങ്ങനെയായിട്ട് പോവും. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് യൂണോ ഒക്കെ കളിച്ച് അങ്ങനെ ഇരുന്നു. അങ്ങനെ ഈ 10 ദിവസം കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാതുമായിരുന്നു ഞങ്ങളുടെ ഗുജറാത്ത് വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.